മുല്ലപ്പൂവും അതുപോലെ തന്നെ ദശപുഷ്പവുമെല്ലാം തലയിൽ ചൂടി കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പാലക്കമാലയെ അടക്കമുള്ള മാലകൾ ധരിച്ച് കുഞ്ഞനങ്കനമാർ നടനമാടിയ തിരുവാതിരക്കളി വേദി. ആ ചുവടുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് UP വിഭാഗം മത്സരത്തിൽ തിരുവാതിരക്കളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുഞ്ഞങ്കനമാരാണ്. ഏത് സ്കൂളാണ്? SRC UP സ്കൂൾ അടക്കളത്തു. പേരുകളൊക്കെ പറയാമോ നിങ്ങളെ? ആൻ റോസ്, ദേവിനന്ദ, നിയ, ദിൽന, അവനിക, ആദിയ, ശ്രീയ, സന, വിദുഷ, നവ്യ. 1ാം സ്ഥാനം കിട്ടിയപ്പോൾ എന്തു തോന്നുന്നു? സന്തോഷം, നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എത്ര നാൾ പരിശീലനത്തിന് വേണ്ടി വന്നു? കുറച്ച് വേണ്ട വന്നു. ഞങ്ങൾ ജൂൺ തൊട്ട് തുടങ്ങി, എടുത്ത് തീർന്നു. പ്രത്യേക ഇഷ്ടത്തിൻ്റെ പുറത്താണോ ഈ ഒരു കലാരൂപത്തിലേക്ക്? കഴിഞ്ഞ വർഷം ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് കിട്ടിയോ? ജില്ലയിൽ സെക്കൻഡ് കിട്ടി. 2ാം സ്ഥാനത്തിൽ നിന്ന് ഇത്തവണ 1ാം സ്ഥാനത്തിലേക്ക് വന്നു. വാശി. ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ടീച്ചറാണ് തിരുവാതിരക്കളി ഇവരെ അഭ്യസിപ്പിക്കുന്നത്. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് നിഷ. ഞാൻ ഇവരുടെ തിരുവാതിരയുടെ ടീച്ചറല്ല, അവരുടെ സ്കൂളത്തെ ടീച്ചറാണ്. അപ്പോൾ എനിക്ക് തിരുവാതിരക്കളി ആരാ പഠിപ്പിക്കുന്നത്? ഞാൻ തന്നെ പഠിപ്പിക്കണത്. എനിക്ക് അറിയാവുന്നൊരു കലയായതുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂളിലെ പിള്ളേർക്ക് അത് പരിശീലിപ്പിക്കുന്നു. ഞാനൊരു 15 വർഷമായി. ഇതെൻ്റെ 15ാമത്തെ ബാച്ചാണ് തിരുവാതിരയുടെ. മറ്റ് ടീമുകളൊക്കെ ഈ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടോ? തിരുവാതിരക്കളിയിൽ വിൻ ചെയ്തിട്ടുണ്ടോ? ഗ്രേഡോ എങ്ങാനും? ഞങ്ങൾക്കൊരു 5ാമത്തെയാണ് ജില്ലയിൽ 1ാം സ്ഥാനം. ഞാനിപ്പോൾ 2005 തൊട്ടാണ് ഇത് തുടങ്ങിയത്. ഒരു 10-15 ടീം പഠിപ്പിച്ചു. 5 പ്രാവശ്യം ജില്ലയിൽ 1ാം സ്ഥാനം വന്നിട്ടുണ്ട്. ചിലപ്പോൾ 2ാം സ്ഥാനം ആവും, ചിലപ്പോൾ A ഗ്രേഡ് ആവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് കിട്ടിയാലും സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകും. സൗപർണികാതീര ഭൂവിലായി നീവുന്ന സരസിജനയനേ സരസ്വതി ശുഭ